സ്നേഹമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ സന്ദർഭങ്ങളിലൊന്നാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഭൗതിക ശരീരം കുടിയൊരുക്കുന്നതായ അതിനോടനുബന്ധിച്ചുള്ളതായ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും സംബന്ധിക്കുവാനും ഇടയാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ളൊരു ഭാഗ്യം ലഭിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ വിശുദ്ധ വേദവായനാ ഭാഗം സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസിന്റെ 13-ാം അധ്യായം 28 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ കാണുന്നത്. സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന കാലത്തെ നമ്മൾ സ്ലീബ കാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ലീബ കാലത്തിൽ നമ്മുടെ വാചനങ്ങൾ മിക്കവാറും നമ്മുടെ മെഡിറ്റേഷൻസ് മുഴുവനും അവസാനം എങ്ങനെയാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ചിന്തകളാണ്. കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് പല കാര്യങ്ങളും അവരെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ പറയുന്നു, അവസാനം ഉടനെ ഉണ്ടാകും. അപ്പോഴത് എപ്പോഴാകുന്നു എന്നിങ്ങനെ വളരെ വ്യാകുലപൂർവം, വളരെ ഉദ്വേഗപൂർവം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. 2, 3, 4 ശിഷ്യന്മാർ അദ്ദേഹത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇത് എപ്പോഴാ സംഭവിക്കുന്നേ? എല്ലാവരോടും പറയണ്ട, ഞങ്ങളേലും ഒന്ന് അറിഞ്ഞിരുന്നോളട്ടെ. ഞങ്ങൾക്കൊരു പർട്ടിക്കുലറായിട്ടുള്ളൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ. പത്രോസും അന്ത്രോസും യോഹന്നാനും യാക്കോബും എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെങ്കിലും ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയുടെ ഇല തളർത്തിരിക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് വിവേചിക്കാനായിട്ട് സാധിക്കും. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ അവസാനമുണ്ടാകുമെന്ന് വിചാരിച്ചിരിക്കും. ഉടനെ അവസാനം ഉണ്ടാവുകയില്ല. എന്നാലും ഞങ്ങളോടൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ ഒരു കാര്യത്തെക്കുറിച്ച് ബാക്കി നിങ്ങൾ പറ. പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കില്ല. ലോകത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതം കഴിഞ്ഞ് അടുത്ത ജീവിതത്തെക്കുറിച്ച് ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സന്ദേഹമുണ്ട്. എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ചിരഞ്ജീവിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ താല്പര്യമില്ലാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്തോഷമായിട്ടും സമാധാനമായിട്ടും എത്രയും ലോങ് ലൈഫ് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഈജിപ്ഷ്യൻ റിലീജിയനിലെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ മരണാനന്തരം അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനിയും വേണ്ടുന്ന അവരുടെ പെറ്റ്സിനെയും അതുപോലെ അവരുടെ സ്നേഹിതരെയും ഒക്കെ അവരുടെ കബറടക്കത്തിനടുക്കത്തോട്ട് കൂട്ടിക്കൊണ്ടുപോക്കെന്നാണ് പറയുന്നത്. അവരുടെ ടോയ്സും ഒക്കെയും കളിപ്പാട്ടങ്ങളും ഒക്കെയും. അതുപോലെ തന്നെ ഹൈന്ദവ ചിന്താഗതി എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അവർ പറയും, ഈ ജീവിതം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊരു വീണ്ടും ജനനമുണ്ട്, ഒരു പുനർജീവനമുണ്ട്. അങ്ങനെ ബർത്ത് ആൻഡ് ട്രാൻസ്മൈഗ്രേഷൻ, അങ്ങനെ നമ്മൾ വീണ്ടും ജനിച്ചുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നതായ ഒരു കാര്യം, ഈ ലൈഫിന് ശേഷം നിങ്ങൾക്ക് ലൈഫുണ്ട്. അതിനെക്കുറിച്ച് എപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു അന്ത്യമുണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടുന്ന കാര്യമില്ല. ഒരുപാട് ഫിലോസഫേഴ്സും വേദശാസ്ത്രജ്ഞന്മാരും പിതാക്കന്മാരും ഒക്കെയും ഇതിനെക്കുറിച്ച് ഓർത്തു ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ഫിലോസഫർ, അദ്ദേഹം ഇമ്മാനുവേൽ കാന്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞു, ഒരുപാടൊക്കെ ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ എന്താണ് അറിയേണ്ടത്? അവസാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എനിക്ക് വേണ്ടുന്നതായ ജ്ഞാനം, എനിക്ക് വേണ്ടുന്ന അറിവ് എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചു. രണ്ടാമത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടുന്നത് എന്നും എനിക്കപ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇമ്മാനുവേൽ കാന്റിൻ്റെ ചിന്താഗതികളിൽ അല്ലെങ്കിൽ
ആത്മീയമായിട്ടുള്ള ആ യാത്രയിൽ അദ്ദേഹം കണ്ടുപിടിച്ച ചില കാര്യങ്ങളിലുണ്ട്. ഒരെണ്ണം എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യം, ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവും സകലത്തെ നിയന്ത്രിക്കുന്നവനുമാകുന്നു. അതോടൊപ്പം തന്നെ സകല സൃഷ്ടികളും ആയിട്ട് ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നു. മനുഷ്യനെ മാത്രമല്ല ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യനും പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ എല്ലാ ശക്തികളുമായിട്ട് മനുഷ്യന് ഒരു ബന്ധമുണ്ട്. അതിനെ ക്രമീകരിച്ചു കൊണ്ടുപോവുക. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയിട്ട് എന്താ പറഞ്ഞേ? തോട്ടം സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിപ്പാനും. തോട്ടം സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിപ്പാനും. തോട്ടത്തെ മുഴുവനും വെടിപ്പാക്കി നിരപ്പാക്കി സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണോ പറഞ്ഞേ? അല്ല, സൃഷ്ടിയെ മുഴുവനും സംരക്ഷിച്ച് അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനകത്തുനിന്ന് ഫലം അനുഭവിക്കാനായിട്ടാണ് കർത്താവ് ആക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ സകല ജനങ്ങളും, മനുഷ്യരാശി മുഴുവനും, കോട്ടയത്തും പരുമലയും തിരുവല്ലായിലുമുള്ള ആളുകൾ തന്നെയല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ജനങ്ങൾ, ക്രിസ്ത്യാനിയും യഹൂദനും യവനനും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് കാണുവാനായിട്ടുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവണം. അങ്ങനെയുള്ളതായ ഒരു മാനസികാവസ്ഥയിലേക്ക് വരണം. സകല മനുഷ്യരും സകല ജനങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളതായ ഒരു അറിവ് നമുക്കുണ്ടാകണം. ഇതാണ് ഇമ്മാനുവേൽ കാന്റിന് പറഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം. ഈ അറിവിനെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, അറിവിൻ്റെ വലിയ ലക്ഷണം എന്താണെന്നറിയാമോ? പിള്ളേരൊക്കെ പഠിച്ച് പാസ്സായി കഴിയുകയാണെന്നതിൽ ഗ്രാജുവേഷനൊക്കെ വരുമ്പോൾ തൊപ്പിയൊക്കെ വെച്ച് വരുന്നതാണെന്ന് പറയും അല്ലേ? അതല്ല, അത് വേണം കേട്ടോ. യാക്കോബ് ശ്ലീഹ പറയുന്നത് അറിവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സൗമ്യതയാണ്. ദൈവസന്നിധിയിലുള്ളതായ അറിവ് എന്ന് പറയുന്നത് ഒന്നാമത് നിർമ്മലമായിട്ടുള്ളതാണ്, രണ്ടാമത് നീതിയായിട്ടുള്ളതാണ്, മൂന്നാമത് ശാന്തമായിട്ടുള്ളതാണ്, നാലാമത് സമാധാനമായിട്ടുള്ളതാണ്, അഞ്ചാമത് നല്ല സൽഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് അറിവ് ചീർപ്പിക്കുന്നുവെന്ന്. അറിവുള്ളവൻ അഹങ്കാരിയായിട്ട് പെരുമാറുന്നുണ്ടെന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് പൗലോസ് ശ്ലീഹയുടെ ലോകത്തിൽ ദർശിച്ചിട്ടുള്ളതായ അറിവുകളാണ്, ചീർപ്പിക്കുന്നതായ അറിവ്. ആ അറിവിലൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ല. അഹങ്കാരം വരുമ്പോൾ അതോടുകൂടി താഴ്ചയും ഉണ്ടാകുന്ന സദൃശ്യവാക്യങ്ങൾക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന അറിവ് എന്ന് പറയുന്നത് സൃഷ്ടി ദൈവത്തിൻ്റെതാണ്. ദൈവം സകലത്തിൻ്റെയും നിർമ്മിതാവാണ്, നിയന്താവാണ്, എല്ലാം ക്രമീകരിക്കുന്നവനാണ്. നമ്മളെല്ലാവരും തമ്മിലൊരു ബന്ധമുണ്ട്. അവിടെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ പെരുമാറാൻ സ്നേഹത്തിൽ പരിവർത്തിക്കുന്ന ഒരു ആത്മാവിലായിരിക്കണം ജീവിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത് അദ്ദേഹം ചോദിച്ച ഒരു കാര്യം, ഇങ്ങനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അറിവുള്ളവരായിട്ടുള്ള ആളുകൾ സ്നേഹത്തിനും സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടി പോകുന്നവരായിരിക്കണം. ഒന്നാമത് ഞാൻ ഓർപ്പിച്ചു, സൃഷ്ടി മുഴുവനുമായിട്ടുള്ളതായ ആ ക്രമീകരണത്തിലാണ്, സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം ഈ ലോകത്തെയും മനുഷ്യനെയും ഒക്കെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരിതസ്ഥിതി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയും, ഇന്നലെ നിങ്ങൾ പത്രത്തിലല്ലേ 3 ദിവസം മുമ്പ് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണൂ, പമ്പാ നദി വരണ്ടു. അവിടെ ചെറുകോൽപ്പുഴയിലെ പള്ളിയോട്ട മത്സരം മാറ്റിവെച്ചു. കാരണം വെള്ളമില്ല. എന്തുകൊണ്ട് വെള്ളമില്ല? ഞാൻ ഈ അടുത്ത ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ഒരു വഴിയായി നടന്നു പോകുമ്പോൾ, പണ്ടൊക്കെ ഞാൻ അതിലെ പോകുമ്പോൾ ഒരു ഇരുകരയും മുറ്റി വെള്ളം ഒഴുകുന്ന ഒരു തോടിനടുത്തൂടാ പോയി, കൈത്തോടിനടുത്തൂടാ പോയത്. അല്ല, കുറച്ച് നടന്നു കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തോട്ടിലോട്ട് നോക്കി വെള്ളമൊക്കെ എങ്ങനെയുണ്ടെന്ന്. പാദം നനയാൻ വെള്ളമുണ്ട് ഇപ്പോഴും കേട്ടോ. എന്നാൽ അതിൻ്റെ സൈഡ് മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. കടലാസ്, പ്ലാസ്റ്റിക്, ഇങ്ങനെയുള്ള സകല സാധനങ്ങളും ഇട്ടിട്ട് അവിടെ മൂടി നിറഞ്ഞ് പൊങ്ങി വരിക. ഈ പരിതസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്.
എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള കാര്യം ഈ കാറ്റ് പറഞ്ഞിടത്താണ് ഞാൻ പറയുന്നത്. ഈ പരിതസ്ഥിതിയെ സംരക്ഷിച്ചില്ല എങ്കിൽ സമൂഹത്തിന് ജീവിക്കാനായിട്ട് സാധ്യമല്ല. മലിനീകരണത്തിൽ നമ്മൾ മാറി വിമുക്തമായിട്ടുള്ള ഒരു എക്കോ തിയോളജി, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു വേദശാസ്ത്രം നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളുടെ എല്ലാം വേദശാസ്ത്രം പഴയ രീതിയിൽ 16 നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള വേദശാസ്ത്രമാണ്. ഭൂമിയെയും പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എത്രമാത്രം ചൂഷണം ചെയ്തെന്ന് പറയുന്ന വാക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഉപയോഗിച്ച് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാക്കി തീർക്കുക. അതാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയും അതുപോലെയുള്ള ഉപയോഗങ്ങളായതുകൊണ്ട് വളരെയധികം പൊല്യൂഷൻസ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രീസ്, ഫാക്ടറികളിൽ നിന്നൊക്കെയും വമിക്കുന്നതായ ദുർഗന്ധം അല്ലെങ്കിൽ വിഷവാതകങ്ങൾ കൊണ്ട് ഏറിയ മുഴുവനും മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അന്ന് അവരാരും ഈ പ്രകൃതിയെ രക്ഷിക്കണമെന്ന് വിചാരിച്ചില്ല, എന്നാൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ആ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വയം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വന്തത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്വന്തത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണമുള്ള പ്രവർത്തനമല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കണം, നമ്മളൊക്കെയും ചിന്തിക്കുമ്പോൾ ഞാനും എൻ്റേതുമെന്ന് പറയുന്ന ഒരു സമൂഹത്തിലല്ലാതെ, ഞാനും എൻ്റെ സഭയും എന്ന് പറയുന്ന ഒരു സമൂഹത്തിലല്ലാതെ, ഞാനും എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അല്ലാതെ നമ്മൾ വൈഡറായിട്ട് ചിന്തിക്കാൻ, അകലെയുള്ളവരെ കാണാൻ, സ്നേഹിക്കാൻ, സഹായിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. കാപട്യമുള്ളതായ ജ്ഞാനത്തിലാണ്, അതിനകത്ത് മാത്രമാണ് അഹങ്കാരവും ഫൈറ്റും എല്ലാം ഉള്ളത്. വഴക്കുണ്ടാക്കുന്നിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നിടത്തും ഒക്കെയും ആത്മീയമായിട്ടുള്ളതായ ദൈവത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനമില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറാണ്. അതിനകത്തുനിന്ന് മാറിയെടുക്കണം. നമ്മൾ നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തെ എടുത്തു നോക്ക്, കുടുംബ ജീവിതത്തെ എടുത്തു നോക്ക്, സഭാ ജീവിതത്തെ എടുത്തു നോക്ക്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ കേസ് നടത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളിൽ തന്നെ കേസിന് ഒരു അറുതി വരുത്താൻ കഴിവുള്ളവരാരും നിങ്ങളിൽ ഇല്ലേ? എന്തൊരു കഷ്ടം! നമ്മൾ ആകമാനം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എവിടാ നമ്മൾ കൊണ്ടുപോകുന്നത്? ഇന്നലെ ഞാൻ ആരോട് പറഞ്ഞു, ഇനി നമ്മൾ ചിലരെയൊക്കെ ഇനിയും കോടതി ജഡ്ജിമാരെയൊക്കെ ഇനിയും നമ്മൾ മാർ കൂട്ടി വിളിക്കണമെന്ന് പറഞ്ഞു. മാർ ജഡ്ജി ഇന്നാരെന്ന്. മാർ എന്നുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള പിതാക്കന്മാരെ കുറിച്ചൊക്കെ പറയുന്നവരാ, പരിശുദ്ധന്മാരെ കുറിച്ച്. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ പറയും പിതാക്കന്മാരെന്ന് പറയണ്ട, മാർ ജഡ്ജി പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി എന്ന്. അപ്പോൾ അതിൽ ആരാ വലുത്? ആർക്കാ കൂടുതൽ പവർ? ആരില്ല നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ജ്ഞാനമുണ്ടെങ്കിൽ നമ്മളുടെ പോക്ക് ദൈവീകമായിട്ടാകണം. മൂന്നാമത്, ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ, എന്തിന് എനിക്ക് ദൈവത്തെ ശരിയാവണ്ണം ഞാൻ അറിഞ്ഞ്, ശരിയാവണ്ണം ഞാൻ സ്നേഹിച്ച്, ശരിയാവണ്ണം ഞാൻ പ്രവർത്തിക്കുമ്പോൾ, പൗലോസ്ലീഹ പറയുന്നത് പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് സംഗ്രഹിച്ചിട്ടില്ലാത്തതുമായ പുതിയ ജീവിതം എനിക്ക് വേണ്ടിയിട്ട് നോക്കി പാർത്തിരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് കരയേണ്ടുന്ന കാര്യമില്ല. ഇവിടെ നിന്ന് പോകുമ്പോഴാണെങ്കിലും പ്രയാസമില്ലാതെ കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടണ്ട, നിങ്ങൾ ഉണർന്നിരിക്കണം. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഞാൻ മുമ്പേ പറഞ്ഞ 3 കാര്യങ്ങളും ഉണർന്നിരിക്കുന്ന ഒരാളിന് മാത്രമേ മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സഹോദരൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുക, കാണുന്നില്ല കാര്യങ്ങളൊന്നും. പ്രയാസമുള്ളവരെ നമ്മൾ കാണുന്നില്ല. കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം, യഥാർത്ഥത്തിലുള്ള ഭക്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ നീ ഉണർന്നിരുന്ന് എന്നിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെയുള്ള ജീവിതമാണ് ഭക്തി ജീവിതം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തിക്കൊള്ളാം. ഭക്തി എന്ന് പറയുമ്പോൾ എന്താ ഭക്തി? ഇന്ന് പലപ്പോഴും ഭക്തിയുടെ മാർഗങ്ങളായിട്ട് പലരും കാണിക്കുന്ന പല കാര്യങ്ങളുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതുമാകുന്നു. അനാഥരെയും വിധവകളെയും, അനാഥർ എന്നുള്ള പദം ഉപയോഗിക്കത്തില്ലായിരിക്കും. അനാഥർ എന്ന് പറയുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും അടുക്കൽ അവർക്ക് അത്താണിയായി താങ്ങായി പോയി ചെന്ന് കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി.
വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് ഒരാളുമായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ, എന്നതുപോലെ ഞങ്ങളുടെ ഇവിടെ ഋണബാധ്യതയിൽപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ടിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവരെ എന്തെങ്കിലും ഒന്ന് സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഞാൻ പറയാം, കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ സഭയുടെ പല പ്രസ്ഥാനങ്ങൾക്ക് അതുകൂടെ ഉണ്ടല്ലോ. ഋണബാധ്യത നിവാരണ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഒരു ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ അച്ചു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, 35,000 ആപ്ലിക്കേഷൻ അവിടെ കിടപ്പുണ്ട്, ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം ഞാൻ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കി. ഞാനിപ്പോൾ ഇതിലെ യാത്ര ചെയ്ത സമയത്ത് പലയിടത്തും പല വലിയ 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 പള്ളികളും വലിയ വലിയ ഗോപുരങ്ങളും ഒക്കെ പണിയുന്ന കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഈ വലിയ വലിയ പള്ളിക്കാരുണ്ടല്ലോ, വലിയ വലിയ സ്വർണ്ണ കൊടിമരവും ഇങ്ങനെ പല പല കൊടിമരങ്ങളും ഒക്കെ ഇടുന്ന ഭക്തിയുടെ നിറവ് കൊണ്ടുണ്ടാകുന്നതാണേ, അവരോട് പറ ഇതുപോലെ ഒരു കാര്യത്തിന് ഞാൻ കൂടെ സഹായിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോഴച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ചു, അതങ്ങ് വിട്ടേര്, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചു അതിനെ പറ്റി അല്ല, ഞാൻ അവിടെ മറ്റാരോടെങ്കിലും മറ്റു പള്ളിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇത് ഞങ്ങളുടെ പള്ളിയുടെ കാര്യം നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യം നോക്കാൻ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള ഭക്തി സ്വന്തം ആ സെൽഫിഷ് സെന്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി ഔട്ട്റീച്ച് ചെയ്യുമ്പോൾ മാത്രമാണ്. അങ്ങനെയാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ടുള്ള സമൂഹം. അവസാനത്തെക്കുറിച്ച് നോക്കിയിരിക്കേണ്ടുന്നതായ കാര്യമില്ല. ലഭിച്ചിരിക്കുന്നതായ സമയം, കിട്ടിയിരിക്കുന്ന അറിവ് വെച്ചിട്ട് ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ളതായ സ്നേഹത്തിൽ പ്രവർത്തിച്ച്, ഉണർന്നിരുന്ന് പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പ്രയാസം കൂടാതെ, യാതൊരു വിഷമവും കൂടാതെ അന്ത്യത്തെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, യാതൊന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതിരിപ്പീൻ, ഭക്തിയോടുകൂടെ ജീവിപ്പാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്.